നമസ്കാരം. ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിച്ച ആരോപണം. അൻസിബ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്ന കാര്യം. ഒരു 5 വർഷത്തിനിടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കെതിരെ എന്തുമാത്രം പരാതികളാണ് ഇതിനോടകം തന്നെ വന്നേക്കുന്നത്. അമ്മയുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പുരുഷന്മാരും അവിടുത്തെ പുരുഷാധിപത്യവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ജാമ്പവാന്റെ കാലത്തുള്ള നിയമങ്ങളും നീതികളും ഒക്കെയാണ് അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ വന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അവിടുത്തെ പുരുഷാധിപത്യത്തിന് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും സ്ത്രീകളെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചമർത്തണം, സ്ത്രീകളെ എങ്ങനെയെങ്കിലുമൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർ തന്നെയാണ് അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. പ്രസിഡന്റായിട്ട് സ്ത്രീ വന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ആ സ്ത്രീയും പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ പ്രിയങ്ക, ലക്ഷ്മി, ഇവരെ പോലെ സ്വയം പ്രഖ്യാപിത അവരൊക്കെ ഒരു പേര് പറയുമല്ലോ, കുലസ്ത്രീകൾ, സ്വയം പ്രഖ്യാപിത കുലസ്ത്രീകളൊക്കെ അവിടെ ഉള്ളിടത്തോളം കാലം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിരിച്ചുവിടണം. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന പോലെ രൂപീകരിച്ചേക്കുവാണ്. സത്യത്തിൽ അതൊരു മാഫിയ സംഘം തന്നെയാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ നോക്കി കാണുമ്പോൾ സിനിമ അസോസിയേഷനിലുള്ളവർ രൂപീകരിച്ച ഒരു സംഘടന, അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്. അതല്ല, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് അൻസിബയോട് ബഹുമാനം തോന്നാനുള്ളൊരു കാര്യം, നിങ്ങൾ വിചാരിക്കും അൻസിബ ഫേക്ക് ആയിട്ടുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാകാം. അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു 50% വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി 50% വരുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പോൾ അൻസിബയ്ക്കെതിരെ ഹേറ്റ് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് കൊണ്ട് അൻസിബയ്ക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സിനിമാ മേഖല, അതായത് മലയാള സിനിമാ മേഖലയ്ക്ക് ഇപ്പോഴും ആധിപത്യം പുരുഷന്മാർക്ക് തന്നെയാണ്. അപ്പൊ ഇവരെയൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ എഗിനസ്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൻസിബയ്ക്ക് കിട്ടാനിരിക്കുന്ന ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ പോലും അവർ നഷ്ടപ്പെടുത്തും. ഇനിയും സിനിമാ നടി എന്ന് പറയുന്നൊരു ലേബലിൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അൻസിബ മാറും. കാരണം സിനിമകൾ കിട്ടാതാവും, പ്രൊജക്റ്റുകൾ കിട്ടാതാവും, അങ്ങനെ വലിയ വലിയ അവസ്ഥയിലേക്കൊക്കെ അൻസിബ പോകേണ്ടി വരും. അപ്പം അത്രയും വലിയ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിക്കൊണ്ട് അൻസിബയ്ക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. മറിച്ച് ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയുന്നതിലൂടെ എങ്കിലും നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സ്ത്രീ തുറന്നു പറയുന്നത്. അപ്പൊ ഏതായാലും അൻസിബ ടിനി ടോമിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അൻസിബ, രാജ്യവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടിനി ടോമിനെതിരായി അങ്ങയുടെ ആരോപണം എന്താണ്? ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പൊ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ അഭിപ്രായം ആവണമെന്നില്ല. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, കോട്ടയം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അൻസിബ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഒരുപാട് കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. പക്ഷേ തുറന്നു പറയുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രമാണ്. തുറന്നു പറയുന്നവരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ട് മുദ്രകുത്തി അവരെ അകറ്റി അങ്ങ് നിർത്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാവി പ്രതീക്ഷ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഫ്യൂച്ചറിൽ സിനിമ കിട്ടണം എന്നുള്ളവര് ഇങ്ങനെ ഇവരുടെയൊക്കെ മൂഡ് താങ്ങി ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ ഈ പ്രിയങ്കയെ പോലെയുള്ള, ലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാര് ഇവരുടെയൊക്കെ മൂഡ് താങ്ങി ഇങ്ങനെ അങ്ങ് ഞങ്ങൾ വലിയ കുലസ്ത്രീകളാണ്, അവർ പാവങ്ങളാണ്, പുരുഷന്മാരായതുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബ്ലൈൻഡ് ഫോൾഡർലി വിശ്വസിച്ച് അവരെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന മൂഡ് താങ്ങികൾ വേറെ കുറെ ആൾക്കാരുണ്ട്. ആദ്യം കുറെ പേര് പേടിച്ചിട്ട് തുറന്നു പറയാത്തവരുണ്ട്, പിന്നെ സ്വന്തം ഭാവിയെ ഓർത്ത് തുറന്നു പറയാത്തവരുണ്ട്, പിന്നെ ഇവരെ പോലെയുള്ള മൂഡ് താങ്ങികൾ വേറെയുമുണ്ട്. പക്ഷെ തുറന്നു പറയുന്ന ആൾക്കാരെ ഇവര് റബലായിട്ട് ചിത്രീകരിച്ച് അവരാണ് മോശക്കാരെ എന്ന് ചിത്രീകരിച്ചിട്ട് അവരെ അങ്ങ് അകറ്റി നിർത്തും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു മാഫിയ സംഘടനയാണ്. നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ ഒരുപാട് മാഫിയകൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ മാഫിയകളാണ് ഇത് അടക്കി ഭരിക്കുന്നത് എന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ കേസൊക്കെ ഉണ്ടായിരുന്നു.
കള്ളപ്പണ വിവാദം, മാഫിയ വിവാദം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സിനിമാ മേഖല, സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അങ്ങനെ മാത്രമേ നമുക്ക് അമ്മയുടെ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഡൊണേഷന്റെ പേരിലൊക്കെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന പുരുഷന്മാരുണ്ടാക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ പരസ്യമായിട്ട് ഇപ്പം നമ്മുടെ ലാലേട്ടനെ പോലെയും മമ്മൂക്കയെ പോലെയും ഉള്ളവരൊക്കെ തന്നെ പരസ്യമായിട്ട് പ്രതികരിക്കാൻ വരത്തില്ല എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെയുണ്ട്. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അൻസിബയ്ക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം മതം മാറ്റാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ഭാവി എന്തുവാകും? അൻസിബ ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ട് തന്നെ അൻസിബ മതം മാറ്റാൻ ശ്രമിക്കുന്നു ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അതിനെ അങ്ങ് ഏറ്റെടുക്കും. അവള് കൊള്ളാലോ, അവള് സിനിമയിൽ പോയിട്ട് ഇതാണ് അവളുടെ പരിപാടി. അപ്പോൾ അനാവശ്യമായിട്ട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ ഒരു എതിർക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യമാക്കുക, പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അനാവശ്യം പറഞ്ഞുണ്ടാക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് പരത്തുക എന്നുള്ളത് ഇവിടെയുള്ള പല പുരുഷന്മാരുടെയും ഒരു മെയിൻ പണിയാണ്. ഈ ടിനി ടോമിനെ പോലെയുള്ളവർ എന്നേ ഔട്ടായതാണ്, ഔട്ട് ഓഫ് ഫാഷനാണ് ഇപ്പോഴും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് സ്റ്റേജുകളിലൊക്കെ കയറി നടന്ന് വലിയ കോമഡിയാണ് കളിക്കുന്നത്, വലിയ മിമിക്രി കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂവുകയാണ് ചെയ്യുന്നത്. റീസെന്റ് തന്നെ ലൂസിഫറിലെ ലാലേട്ടനെ മിമിക്രി കാണിച്ച് അനുകരിച്ചിട്ട് കൂവല് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. അപ്പോൾ ഇപ്പോൾ സിനിമയിൽ നിലനിൽക്കാത്ത ആൾക്കാരൊക്കെ പിന്നെയും സ്റ്റിൽ ഇതിനകത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് വലിയ ആൾക്കാരെ പോലെ ചമഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണത്തില്ലേ? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവാതെ ഇവരൊക്കെ പിന്നെയും ഇതിനകത്ത് ഇങ്ങനെ ഞെളിഞ്ഞ് ചമഞ്ഞ് നടക്കുമോ? ഇല്ല. അതിനെ പറ്റിയിട്ട് അൻസിബ പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിലാണ് പറയുന്നത്. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം അൻസിബ? അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഭാരവാഹിത്വത്തിൽ ഇരുന്നപ്പോ അമ്മയിൽ നല്ല ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ഫണ്ട് വരുന്നത് നമുക്ക് ഡൊണേഷൻ ആയിട്ടേ ബൈലോ പ്രകാരം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഈ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഈ പൈസ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അനാഥരായി പോരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത് അതായത് ഞങ്ങളിലൂടെ മാത്രമേ അമ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് ആദ്യം ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഭാരവാഹികളെ ആയിരിക്കും. അപ്പൊ ഭാരവാഹികളെ ബന്ധപ്പെടുമ്പോൾ ഈ ഭാരവാഹികൾ ത്രൂവേ ഇതിലേക്ക് അമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ, അമ്മയിലൊരു ഇടം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്പോൺസേഴ്സ് ചെയ്തു കൊടുക്കും. അവർക്ക് വർക്കിന്റെ രീതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലാഭം അവിടെ ഉണ്ട്. അപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളത് 101% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പൊ അമ്മ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ നേരെ വിപരീതമായിട്ടാണല്ലോ ഇവര് ചിന്തിക്കുന്നത്. ഒരു മാഫിയ സംഘമാണോ ഇവര്? എനിക്കറിയില്ല. ഈ ടിനി ടോമിനോ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടിനി ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ശരി തന്നെയാണ്. കണ്ടില്ലേ, ട്രസ്റ്റിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കാം. ഈ അമ്മയിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൽ എനിക്കറിയാൻ സാധിച്ചത് ഈ പ്രായപ്പെട്ട അമ്മമാര്, ഈ സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പ്രായമാകുമ്പോൾ അവരെ സംരക്ഷിക്കുക, വയ്യാത്ത രോഗമൊക്കെ ബാധിച്ചുള്ളവരെ അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൊണേഷനുകൾ ഇവർ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഈ ഡൊണേഷനുകൾ കൊടുക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അതിന്റെ പിന്നിൽ വേറൊരു സംഭവമുണ്ട്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർ ട്രസ്റ്റുകളുടെയും ഒക്കെ ഭാഗമാകാറുണ്ട്. പിന്നെ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രായമായവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോമുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ ട്രസ്റ്റുകളുടെയും ഡൊണേഷന്റെയും പിന്നിൽ വേറൊരു സംഭവമുണ്ട്. ടാക്സ് വെട്ടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു വലിയ കോടീശ്വരനായിട്ടുള്ളൊരു വ്യക്തി ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് ഒരു 30 ലക്ഷം രൂപ കൊടുത്തെന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കും അയ്യോ 30 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ അതിന് പിന്നിൽ വേറൊരു കള്ളത്തരമുണ്ട്. ഈ 30 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ രേഖകളിൽ ഡൊണേറ്റ് ചെയ്തു എന്ന് വരുന്നത് ചിലപ്പോൾ 2 കോടിയോ 3 കോടി രൂപയായിരിക്കാം. അതിന്റെ സ്ലിപ്പും ഇത് അവർ കൊടുക്കും, ഈ ട്രസ്റ്റുകാർ കൊടുക്കും. അങ്ങനെ ഈ 3 കോടി രൂപ ട്രസ്റ്റിന് ഡൊണേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള സ്ലിപ്പ് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഈ 3 കോടി രൂപയുടെ ടാക്സ് പോവുകയാണ്. സത്യത്തിൽ 30 ലക്ഷം രൂപയെ അയാൾ കൊടുത്തിട്ടുണ്ടാകത്തുള്ളൂ. പക്ഷെ ബാക്കി വരുന്ന ആ തുകയുടെ ടാക്സ് ഫ്രീ ആയിട്ട് അയാളുടെ ബാങ്കിൽ കിടക്കും.
മനസ്സിലായോ? അതാണ് ഈ കള്ളപ്പണം ഒളിപ്പിക്കുക. ടാക്സ് അടയ്ക്കാത്ത കള്ളപ്പണത്തിന്റെ കൂട്ടത്തിൽ വരുന്നത് ഇങ്ങനത്തെ പണങ്ങളാണ്. അതാണ് ഈ വലിയ വലിയ ആൾക്കാർ, ഇപ്പൊ നമ്മൾ മുകേഷ് അംബാനിയെ പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ട്രസ്റ്റുകൾ, ഒരുപാട് ഡൊണേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണക്കാര് ഈ രീതിയിലൊന്നും കടന്ന് ചിന്തിക്കത്തില്ല. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ടാക്സ് വെട്ടിക്കാനും കള്ളപ്പണം ഒളിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അത് മാത്രമല്ല, സിനിമ ഒരു നല്ലൊരു ഉപായമാണ് കള്ളപ്പണം ഒളിപ്പിക്കാനും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും ഒരു സിനിമ നിർമ്മിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് 2 കോടി രൂപ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമയിൽ നിന്ന് 2 കോടി പോയിട്ട് ഒരു 5 ലക്ഷം രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ 2 കോടി രൂപ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നതിലൂടെ നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ. സത്യത്തിൽ ഇത് തുറന്നു പറഞ്ഞത് കൊണ്ട് അൻസിബയ്ക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എന്നിട്ടും ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവളെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.